Good morning. Good morning. And good evening. Good evening. How are you everybody? How is everyone doing? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. I believe all of you are doing well. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്താൽ നിങ്ങൾ നിറയപ്പെടാൻ പോകുകയാണ്. Your life is going to be filled with the presence of the Lord. Exodus chapter 33 verse 14 പഠിക്കുമ്പോൾ Exodus chapter 33 verse 14 says, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. My presence will be with you. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. I will give you peace. ദൈവ സാന്നിധ്യം എവിടെ ഇറങ്ങുമോ അവിടെ സ്വസ്ഥതകൾ ലഭ്യമാകും. Wherever God's presence comes, there will be peace. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അസ്വസ്ഥനാണെങ്കിൽ, അസ്വസ്ഥതയിലാണെങ്കിൽ, അസമാധാനത്തിലാണെങ്കിൽ ദൈവ സാന്നിധ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കൂ. അത് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കും. If you are restless, if you don't have peace in your life, you need to pray for God's presence and you will experience that miraculous presence and peace. ആരൊക്കെയോ ഇന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്നു, അസ്വസ്ഥതയുള്ളവരായിട്ടിരിക്കുന്നു. പക്ഷേ കർത്താവ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സ്വസ്ഥത, ഒരു ബ്രേക്ക് ത്രൂ ദൈവം തരാൻ പോകും. I see that some of you are listening to me are restless. You don't have peace in your life, but I want to convey that the Lord is going to grant peace in your lives. മോശയോട് ദൈവം പറയുന്നു, God says to Moses, അവൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, I'll be with you, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും, I will grant you peace, ഈ ജനത്തെ നയിക്കുവാനുള്ള ശക്തിയും കഴിവും ഞാൻ നിനക്ക് തരും. I'll give you strength and courage and confidence to lead these people. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രെങ്ത് നൽകുകയാണ്. This word is going to give you strength in your lives. നിങ്ങളെ ഒരു വലിയ അധികാരത്തിലേക്ക് നയിക്കാൻ പോകും. God is going to lead you into greater power and anointing. ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ വലിയ അവകാശങ്ങളിലേക്ക് നയിക്കാൻ പോകും. This word is going to lead you to a greater power and anointing. ഇതുവരെ നിങ്ങൾ ചെയ്തതിനേക്കാൾ വലിയ ദൈവ സാന്നിധ്യത്തിൽ ആയിരങ്ങളെ നേടാൻ പോകും. You are going to lead many people to Christ. നിങ്ങൾ എവിടെ പോന്നോ, wherever you go, ഒരു വലിയ ജനസമൂഹത്തിന്റെ നടുവിൽ നിൽക്കാനുള്ള അഭിഷേകത്തോടെ ദൈവം വിടാൻ പോകും. God is going to anoint you so that you can stand in presence of a large audience. ദൈവത്തിന്റെ വാക്ക് ഒരു വ്യക്തിയോട് മാത്രമല്ല. God's word is not for just one person. ദൈവത്തിന് വേണ്ടി ആര് നിൽക്കും, അവർക്ക് വേണ്ടി എല്ലാം ദൈവത്തിന്റെ വാക്കുണ്ട്. Whoever stands for the Lord, God's blessings and word is for all of them. അതുകൊണ്ട് മോശയോട് പറഞ്ഞ പോലെ തന്നെ യോശുവയോടും പറഞ്ഞത്. That's why the Lord gave the same message that he gave to Moses also to Joshua. അവൻ ജോഷുവയോട് പറഞ്ഞ വേർഡ് തന്നെ ദൈവം നിങ്ങളോടും പറയുകയാണ്. Same word that he gave to Joshua, the Lord is telling അവന്റെ you. വാക്ക് ഒരിക്കലും മാറത്തില്ല. His words shall never change. മനുഷ്യന്റെ വാക്ക് മാറും, Man's word can change. ദൈവത്തിന്റെ വാക്ക് ഒരിക്കലും മാറുകയില്ല. God's words will never change. അവന്റെ വാക്കുകൾക്ക് വ്യത്യാസമില്ല. His words never change. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം ദൈവം തരാൻ പോകും. God is going to change your lives today. ഇതാ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു. There is a work of God starting in your life ഞാൻ today. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I am going to pray for you. നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള ചിന്ത വേണ്ട. You don't have to think that you are all alone. ഞാൻ നിന്നോട് കൂടെ വസിക്കും. Lord says that I am എന്റെ with you. സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കും. My presence will be with you. ആമേൻ. ഈ Amen. വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പാക്കുക. May these words bless you and transform your lives. ആ വാക്ക് ഉറപ്പാകുമ്പോൾ, And as you strengthen with these words, ആര് ഈ വാക്ക് പറഞ്ഞു, anyone who repeats his words, ആ വ്യക്തിയിൽ നിന്ന് സകല അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. and you will receive all the God's blessing through those person. ഞങ്ങളുടെ കർത്താവേ, Oh Lord, ഈ ജനത്തെ ബ്ലസ് ചെയ്യണം. you may bless these people ഇപ്പോൾ right now. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കും എന്നുള്ള വാഗ്ദത്തം ഈ ജനത്തോട് കൂടെ ഇരിക്കണമേ. Your words, Lord, as it says, Lord, your presence be with them. Similarly, Lord, we believe that your word അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണമേ. may you continue to bless them. അങ്ങയുടെ മഹിമ ഇറങ്ങണമേ. Your glory may come down. ഇപ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഈ വചനം കേൾക്കുന്നവരുടെ മേൽ ഇറങ്ങി വരണമേ. Yes, Lord, your blessings may come down. ഈ വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടണം. Lord, these people may be blessed. യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ ബ്ലസ് ചെയ്യും. In the name of Jesus. യേശുവിൻ നാമത്തിൽ. In the name of Jesus. ആമേൻ. God bless you. I love you. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.